പലകാല പരിമിതികൾക്കും ഇപ്പുറം നിന്നുകൊണ്ട് പറയുന്ന ഒരു പ്രണയകഥ. 2016 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആനിമി ചിത്രം. ഇതുവരെ ഇറങ്ങിയ ആനിമി മൂവീസിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കളക്ഷനിൽ 3-ാം സ്ഥാനം നിൽക്കുന്ന സിനിമ. ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാറിൽ നിന്നും ഇൻസ്പിരേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് മക്കോട്ടോ ഷിൻഗായുടെ ഡയറക്ഷനിൽ പുറത്തു വന്ന അതിമനോഹരമായ ഒരു സിനിമ. അതെ ഗൈസ്, ഇന്ന് 30 Days 30 Animesൽ 2-ാം ദിവസം ആനിമി യുവർ നെയിം. ഈ സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിൽ ഒരു സന്തോഷം നിറയുന്നത് കാണാം. ഈ സിനിമയുടെ തുടക്കത്തിൽ നായകനും നായികയും പറയുന്നത് പോലെ അവർ ഉറക്കത്തിൽ നിന്നും എണീക്കുമ്പോൾ എന്തോ നഷ്ടപ്പെട്ടതുപോലെ എന്തിനോ വേണ്ടി അവർ കരയുകയാണ്. അതേപോലെ ഈ സിനിമ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്തിനോ വേണ്ടി ചിരിക്കുകയാണ്. എന്തോ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പ്രായവും സയൻസ് ഫിക്ഷനും ഒരുപോലെ ഇടകലർത്തി ഒട്ടും ലീനിയർ അല്ലാത്ത രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഈ സിനിമ തീർത്തും അതിമനോഹരമാണ്. 2016 റിലീസായ ഈ സിനിമ ആഗോളതലത്തിൽ പോലും വൻ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഒരു സാധാരണ സിനിമാ പ്രേമി പോലും അന്ന് ഈ സിനിമയെ ഏറ്റെടുത്തതിന്റെ തെളിവാണ് ഇന്നും ഈ സിനിമ 3-ാം സ്ഥാനത്ത് കളക്ഷനിൽ നിൽക്കുന്നത്. ഈ സിനിമയുടെ ഒരു ബേസിക് സ്റ്റോറി ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നായകനും നായികയും ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ അവരുടെ ബോഡികൾ തമ്മിൽ സ്വിച്ച് ആകും. അത് ഓരോ ആഴ്ചയിലും പലതവണ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ കാരണം എന്താണ്? അവര് തമ്മിൽ ഒന്നിക്കുമോ? എന്താണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് സ്റ്റോറി. ഈ സിനിമ അത്രയ്ക്ക് മനോഹരമായിട്ട് സംവിധായകൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെ ഓരോ സീനായാലും ഇടയ്ക്ക് വരുന്ന ഓരോ മ്യൂസിക് ആയാലും എല്ലാം കൊണ്ടും നമ്മുടെ മനസ്സിനെ ഫില്ല് ചെയ്തൊരു ഹാപ്പി മൂമെന്റ് തരാൻ പറ്റിയൊരു സിനിമയാണിത്. അതുകൊണ്ടാണ് 2-ാം സിനിമയായിട്ട് ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാനും അധികം ആനിമി മൂവീസ് ഒന്നും കാണാത്ത വ്യക്തിയാണ്. ആനിമി സീരീസ് മാത്രമേ കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാനും നിങ്ങൾക്കൊപ്പം ഈ 30 ദിവസവും 30 സിനിമകൾ കണ്ട് ആനിമയുടെ ആ ഒരു വേൾഡിൽ മതിമറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ഈ ഒരു സിനിമ എന്തുകൊണ്ടും ഒരു മുതൽക്കൂട്ടാണ് നിങ്ങൾക്ക് കൂടി കാണുന്നത് കൊണ്ട്. ഇതേപോലെ ഇനിയും വേറെ ഏതെങ്കിലുമൊക്കെ സിനിമകൾ നിങ്ങൾക്കും എനിക്ക് വേണ്ടി നിർദ്ദേശിക്കാം. ആ സിനിമകൾ ഞാൻ തീർച്ചയായും കാണുന്നതാണ്. ഇതേപോലുള്ള സിനിമകളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ഗൈസ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.